മാംഗോ സീസണൊക്കെ ആയിട്ട് മാംഗോ വെച്ചിട്ട് ഡെസേർട്ട് പോലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മോശമല്ലേ? ഇന്ന് നമുക്ക് മാംഗോ വെച്ചിട്ട് ഒരു അടിപൊളി ക്രീമി ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കിയാലോ? ഈ ഒരു ഐറ്റം ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ മതി. പിന്നെ മാങ്ങ കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ ഇത് ഉണ്ടാക്കി തിന്നുന്നുള്ള ഉറപ്പാണ്. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ. ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇനി മാങ്ങക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇനി കുറച്ച് മാങ്ങ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അതൊന്ന് ലെയറിൽ ഇട്ട് കൊടുക്കാനായിട്ടാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് മിൽക്കാണ് കേട്ടോ ഉണ്ടാക്കാനുള്ളത്. ട്രസ്ലേച്ചസ് കേക്കിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സെയിം മിൽക്ക് തന്നെയാണ് കേട്ടോ. അരക്കപ്പ് പാലും അരക്കപ്പ് കണ്ടൻസ് മിൽക്കും അരക്കപ്പ് വിപ്പിംഗ് ക്രീമും മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്യൂരാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാംഗോൻ്റെ പൾപ്പില്ലേ, അതൊന്ന് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ അരികൊന്ന് കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡാണ് കേട്ടോ. മിൽക്ക് ബ്രെഡാണ് ഇതിലെടുത്തിട്ടുള്ളത്. ഈ പുഡിങ് ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിൽ ഇതുപോലെ ഒന്ന് ലെയറാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രസ്ലെച്ചസിൻ്റെ മിൽക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു കപ്പ് വിപ്പിംഗ് ക്രീം കുറച്ച് ഒന്ന് ബീറ്റാക്കി എടുക്കുക. അധികം ഒന്ന് തിക്കാവേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ച് ലൂസായി കിട്ടിയാൽ മതി. ഇതിലേക്ക് നേരത്തെ മാംഗോ പ്യൂരും കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതുപോലെ ഈ ക്രീമി ടെക്സ്ചറായി കിട്ടണം കേട്ടോ. അത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ആ ഒരു ലെയർ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ. അതൊന്ന് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവലാക്കിയതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ പഞ്ചസാര ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കട്ട് ചെയ്തിട്ടുള്ള മാംഗോ, അത് ഇതുപോലെ ലെയറിലിട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളെ കയ്യിൽ കുറച്ചുള്ളതെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ മാംഗോ പഞ്ചസാര ഇട്ട് മാറ്റി വെക്കാൻ മറക്കുക ചെയ്തിട്ട്, കാരണം എന്നാലാണ് മധുരം കറക്റ്റായി പിടിക്കുള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ ആ ഒരു പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തെടുത്താൽ മതി. ബ്രെഡിൻ്റെ ലെയർ വെക്കുക, നേരത്തെ മിൽക്ക് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മാംഗോൻ്റെ ആ ക്രീം ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. 3-4 ലെയർ വെച്ചിട്ട് ചെയ്തെടുക്കാം. പക്ഷേ എൻ്റെ ട്രയൽ 2 ലെയർ ആകുമ്പോഴത്തേനും കറക്റ്റ് ഫില്ലായിട്ടുണ്ടായിരുന്നു. നിങ്ങളെ കയ്യിലുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും ഫില്ലിങ് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ സ്പൂൺ വെച്ച് ലെവലാക്കിയതിന് ശേഷം അടുത്തതായിട്ട് ഡെക്കറേഷൻ ചെയ്യാണ് കേട്ടോ. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിതുപോലെ മാംഗോന് പ്യൂരി വെച്ചിട്ട് ആദ്യം തന്നെ ഇതുപോലെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ ആ ഒരു പിടുത്തം എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർബിൾ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാകുന്ന ആ ലെയറിൽ ഇട്ടിട്ടുണ്ടാകുന്ന മാംഗോ ഉണ്ടല്ലോ, അതുപോലെ സൈഡിലൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡെക്കറേഷനൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഡെക്കറേഷൻ ചെയ്തില്ലെങ്കിലും അടിപൊളിയാണ്. മിനിമം ഒരു 1.5-2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് കൂളാൻ വെച്ചതിന് ശേഷം സെർവ് ചെയ്താൽ മതി. കാണാനും കഴിക്കാനും നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. എന്തായാലും ഒരു വട്ടെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ മാങ്ങകളൊക്കെ പഴുത്ത് വെറുതെ ചീഞ്ഞ് കളയാനാട്ടി എത്രയോ ബെറ്ററാണ് ഇതുപോലത്തെ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. കാരണം എല്ലാവർക്കും ഇഷ്ടമാവും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.